ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പേര് ഡോക്ടർ രഞ്ജിത്ത്. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പ്രമേഹമുള്ള പല രോഗികളും നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, പ്രമേഹത്തിന് മരുന്നിന്റെ ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ മരുന്ന് കഴിച്ചു തുടങ്ങിയാൽ അത് ജീവിതകാലം മൊത്തം കഴിക്കേണ്ട ഒരു ആവശ്യമുണ്ടോ എന്നീ ചോദ്യങ്ങൾ നമ്മളോട് ചോദിക്കാറുണ്ട്. പ്രീ ഡയബറ്റിക് സ്റ്റേജ് അല്ലെങ്കിൽ പ്രമേഹം തുടക്കത്തിൽ തന്നെ നമ്മൾ കണ്ടെത്തുവാണെങ്കിൽ പലപ്പോഴും നമുക്ക് മരുന്നിന്റെ ആവശ്യം വരുന്നില്ല. ജീവിതശൈലി ക്രമീകരണവും അതുപോലെ വ്യായാമം കൊണ്ട് തന്നെ നമുക്ക് ഈ പ്രമേഹം നിയന്ത്രിച്ചു നിർത്താൻ സാധിക്കുന്നതാണ്. ചില രോഗികളിൽ പ്രമേഹം ആരംഭിച്ചിട്ട് 4-5 വർഷങ്ങൾക്ക് ശേഷമായിരിക്കും അവർ പ്രമേഹം ഉണ്ടെന്ന് തിരിച്ചറിയുന്നത്. പലപ്പോഴും പല്ലുവേദനയ്ക്കോ കണ്ണിന്റെ പരിശോധനയ്ക്കോ പോകുമ്പോഴായിരിക്കും അവർക്ക് ഷുഗർ ഉണ്ടെന്ന് തിരിച്ചറിയുന്നത്. അത് അനിയന്ത്രിതമായി ചിലപ്പോൾ കൂടിയ കണ്ടീഷനിലായിരിക്കാം. പലപ്പോഴും ഭക്ഷണത്തിന് മുമ്പ് 200-ന് മുകളിലും ഭക്ഷണത്തിന് ശേഷം 300-ന് മുകളിലുള്ള കണ്ടീഷനുള്ള രീതിയിലൊക്കെ വരും. ആ സമയത്ത് നമുക്ക് ജീവിതശൈലി ക്രമീകരണത്തിന്റെ ഒപ്പം മരുന്നിന്റെയും കൂടെ ആവശ്യമായിട്ട് വരാറുണ്ട്. അങ്ങനെയുള്ള രോഗികളിൽ പ്രമേഹം നിയന്ത്രണത്തിലാവുന്നതുവരെ മരുന്ന് കഴിക്കുന്നതിനോടൊപ്പം ജീവിതശൈലി ക്രമീകരണം കൊണ്ട് പ്രമേഹം ഒരു കൺട്രോൾ ആയി കഴിഞ്ഞാൽ നമുക്ക് പതിയെ മരുന്നിന്റെ ഡോസ് നമുക്ക് വിഡ്രോ ചെയ്യാൻ സാധിക്കുന്നതാണ്. കൃത്യമായ ഇടവേളകളിൽ രക്തപരിശോധന, മാസത്തിലൊരിക്കൽ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗറും അതുപോലെ ഭക്ഷണത്തിന് 1.5 മണിക്കൂർ ശേഷമുള്ള PPBS ലെവലും അതുപോലെ 3 മാസത്തിലൊരിക്കലുള്ള HbA1c ലെവലും നമ്മുടെ രോഗം കൺട്രോൾഡ് ആണോ ഇല്ലേ എന്ന് അറിയാൻ വളരെ സഹായകരമാണ്. പ്രത്യേകിച്ച് നമ്മുടെ HbA1c ലെവല് 6-നും 6.5-നും ഇടയിൽ നിലനിർത്തുന്നത് രോഗം കൺട്രോൾ ആണോ ഇല്ലെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. പ്രമേഹത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നത് പ്രമേഹത്തിന്റെ അനുബന്ധ രോഗങ്ങളാണ്, അതായത് കോംപ്ലിക്കേഷൻസ്. പ്രമേഹം ദീർഘകാലമായിട്ട് നിലനിൽക്കുന്ന രോഗികൾക്കും അതുപോലെ അനിയന്ത്രിതമായ ബ്ലഡ് ഷുഗർ കൂടിക്കുന്ന രോഗികൾക്കും ഇതിന്റെ കോംപ്ലിക്കേഷൻസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതിൽ പ്രധാനപ്പെട്ട കോംപ്ലിക്കേഷൻസ് വരുന്നത് കൈകാൽ മരവിപ്പ്, ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന് പറയുന്ന കണ്ടീഷൻ, അതുപോലെ കിഡ്നിയിലെ ബാധിക്കുന്ന ഡയബറ്റിക് നെഫ്രോപ്പതി, അതുപോലെ കണ്ണുകളുടെ കാഴ്ചയെ ബാധിക്കുന്ന റെറ്റിനോപ്പതി മുതലായവയാണ് പ്രധാനപ്പെട്ട അനുബന്ധ രോഗങ്ങൾ. പ്രമേഹത്തിൽ ആയുർവേദത്തിൽ എന്തൊക്കെ പറയുന്നുണ്ട്, അതിന്റെ ചികിത്സാക്രമവും അതുപോലെ തന്നെ ഭക്ഷണക്രമവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.